നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും സ്വയം വിനയായിട്ട് മാറുകയാണെങ്കിലോ. ശിവൻ ഭസ്മാസുരന് വരം കൊടുത്തു. ഭസ്മാസുരൻ ശിവനെ തപസ് ചെയ്ത് വരം വാങ്ങുന്നു. ശിവൻ ഭക്തൻ്റെ തപസ് കണ്ട് സംപ്രീതനായി വരം കൊടുക്കുന്നു. ഭസ്മാസുരൻ ചോദിച്ച വരം വിചിത്രമാണ്. താൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നു അയാൾ ഭസ്മമായി പോകണം. തപസ് ചെയ്തു പോയില്ലേ, വരം കൊടുക്കുക തന്നെ. ശിവൻ വരം കൊടുക്കുന്നു. ഭസ്മാസുരൻ ആദ്യം അതൊന്ന് പരീക്ഷിക്കാൻ നോക്കിയത് ശിവനെ തന്നെയാണ്. ശിവൻ്റെ തലയിൽ ഭസ്മാസുരൻ കൈവയ്ക്കാനായിട്ട് പാഞ്ഞു ചെല്ലുന്നു. ശിവൻ ഭയന്നു. ശിവൻ വൈകുണ്ഠത്തിലേക്ക് ഓടിച്ചെന്ന് വിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു. വിഷ്ണു ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ മാർഗമേ ഉള്ളൂ, ഭസ്മാസുരനെ എങ്ങനെയെങ്കിലും തൻ്റെ വശത്താക്കുക. അതിനുവേണ്ടി മോഹിനി രൂപം പൂണ്ട് ഭസ്മാസുരൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. മോഹിനിയുടെ അംഗലാവണ്യം കണ്ട് ഭസ്മാസുരൻ ഭ്രമിച്ചു പോകുന്നു. മോഹിനി നൃത്തം ചെയ്യാൻ തുടങ്ങി. അവൾ ഭസ്മാസുരനോട് ആവശ്യപ്പെട്ടത്, ഞാൻ ചെയ്യുന്ന നൃത്ത ചുവടുകളൊക്കെ നീയും അനുകരിക്കണം. ഭസ്മാസുരൻ സമ്മതിച്ചു. മോഹിനി നൃത്തം ചെയ്ത് പല അംഗവിക്ഷേപങ്ങളും കാണിക്കുന്നു. ഭസ്മാസുരൻ അതൊക്കെ അനുകരിക്കുന്നു. ഒടുവിൽ മോഹിനി സ്വന്തം ശിരസിൽ കൈവച്ചുകൊണ്ട് ഒരു അംഗചലനം കാണിക്കുന്നു. ഭസ്മാസുരൻ ഒന്നും ആലോചിക്കാതെ സ്വന്തം തലയിൽ തന്നെ കൈവയ്ക്കുന്നു. അതോടെ അസുരൻ ചാമ്പലായി പോകുന്നു. സ്വന്തമായി കഷ്ടപ്പെട്ട് നേടിയ വരം തനിക്ക് തന്നെ വിനയായി തീരുകയാണ്. വരം കൊടുത്ത ശിവനോ, ഭഗവാനാണെങ്കിലും ഓടി ഒളിക്കേണ്ടി വന്നു വെറുമൊരു രാക്ഷസനെ പേടിച്ച്. 3 ലോകവും ഭസ്മമാക്കാൻ കഴിവുള്ള ശിവനാണ് പേടിച്ചോടുന്നത്. കഴുത്തിൽ വിഷം, തലയിൽ ചന്ദ്രൻ, ജടയിൽ ഗംഗ, കയ്യിൽ ത്രിശൂലം. ഇതൊക്കെ ഉണ്ടെങ്കിലും താൻ കൊടുത്ത വരത്തിൻ്റെ ഫലമായി തിരിച്ച് വലിയ അപകടം തന്നെയാണ് ആ ദൈവത്തിനും ഉണ്ടാകുന്നത്. അതുപോലെ സാക്ഷാൽ വിഷ്ണുവിനും ഒരു നാടകം കളിക്കേണ്ടി വരികയാണ്. ആ പരമാത്മാവ് തന്നെ ഒരു സ്ത്രീവേഷം കെട്ടിയാണ് ഒടുവിൽ ഭസ്മാസുരനെ തകർക്കുന്നത്. അതുകൊണ്ട് ഏത് കാര്യവും ചെയ്യുമ്പോൾ ഇത് വിനയായി സ്വയം വരുമോ എന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ്.